ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡ്രിപ്പ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് ഡ്രിപ്പ് വെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫൗണ്ടെയിൻ വെച്ചിട്ടുണ്ട്. സോ ആ ഭാഗത്ത് പിന്നിൽ കൂടെ പൈപ്പ് ഇറക്കിയിട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് എത്തിക്കും. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഡ്രിപ്പ് സിസ്റ്റം ഞാൻ ആമസോണിൽ മേടിച്ചിട്ടുണ്ട്. അതേതാണ് പ്രൊഡക്റ്റ്, അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഇനി നമുക്ക് നേരെ ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രൊഫൈൽ ഓർഡേഴ്സിൽ പോകുമ്പോൾ നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. സോ ഇതാണ് പ്രൊഡക്റ്റ്. 6750 പേര് റേറ്റ് ചെയ്തിട്ട് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാൻ കാരണം. സോ നമുക്കിവിടെ 10 പ്ലാൻ ഡ്രിപ്പ് കിറ്റ് ഉണ്ട്, 20 പ്ലാൻസിനുണ്ട്, 30 പ്ലാൻസിനുണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 100 ഉണ്ട്, 120 ഉണ്ട്, പിന്നെ ഞാൻ വാങ്ങിച്ച 150 ഉണ്ട്. സോ 350 റുപ്പീസ് മുതൽ 1659 റുപ്പീസ് വരെയാണ് റേറ്റ് ചേഞ്ച് വരുന്നത്. അതിൽ ഞാൻ മേടിച്ചത് 1659 റുപ്പീസിൻ്റെ ആണ്. സോ ഇതാണ് സംഭവം. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന കോമ്പണൻസ്. ഏകദേശം 14 ഡിഫറെൻറ്റ് ടൈപ്സ് കോമ്പണൻസ് ആണ് വരുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വേറെ 3 പ്രൊഡക്ട്സും കൂടി കാണിച്ചു തരാനുണ്ട്. സോ ഇവിടെ ഇതാണ് ഫീഡർ ലൈൻ പൈപ്പ്. അത് നമുക്ക് 25 മീറ്റേഴ്സ് ഉണ്ട്, 50 മീറ്റർ ഉണ്ട്, 75 മീറ്റർ ഉണ്ട്, പിന്നെ 100 മീറ്റർ ഉണ്ട്. 245 രൂപ മുതൽ 700 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇനി അടുത്ത് സപ്ലൈ ലൈൻ പൈപ്പാണ്, അതായത് വെള്ളം പോകുന്ന പൈപ്പാണ്. സോ ഈ മെയിൻ പൈപ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ 25 മീറ്റർ, 50 മീറ്റർ, 100 മീറ്റർ അങ്ങനെ 3 സൈസിലാണ് വരുന്നത്. അത് 969 റുപ്പീസ് മുതൽ 1789 റുപ്പീസിൻ്റെ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമറാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മാനുവലി പോയി ഓൺ ചെയ്യുന്നതിന് പകരം നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കും. സോ അതിനുള്ള ടൈമറാണ് ഇത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2700 റുപ്പീസാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. വാട്ടർ ടൈമർ ഡിജിറ്റൽ കൺട്രോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ചൈൽഡ് ലോക്ക് ഫീച്ചറുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നത് 3 ഇഞ്ച് ലാർജ് സ്ക്രീനാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ IP65 വാട്ടർ പ്രൂഫാണ്. സോ വെള്ളം നനയുക അല്ലെങ്കിൽ മഴയത്ത് നനയുക എന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വാട്ടർ ഇൻഡിക്കേറ്റർ ഉണ്ട്, റെയിൻ ഡിലേ ഫംഗ്ഷൻ ഉണ്ട്. 450 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഇൻബിൽഡ് ഫിൽറ്റർ വരുന്നുണ്ട്. സോ നമ്മൾ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. സോ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഞാൻ ഓരോന്നും കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ലിപ്പ് പോലെ വരുന്നുണ്ട്. അതിലെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കണം. മെയിൻ സപ്ലൈ ലൈൻ പൈപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. ആ ഹോൾ ഉണ്ടാക്കാനുള്ള ടൂളൊക്കെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ആരോ സ്റ്റേക്കാണ്, അതായത് ചെടിയിൽ കുത്തി വെക്കാനുള്ള ഭാഗമാണ്. പിന്നെ ഈ സാധനമാണ് എമിറ്റർ ഡ്രിപ്പർ എന്ന് പറയുന്നത്. ഇതിൽ കൂടെ വെള്ളം വരിക. ഇത് 150 ചെടികൾക്ക് വെക്കാൻ പറ്റുന്ന കിറ്റായതുകൊണ്ട് ഓരോന്നും 150 എണ്ണം വെച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ ക്യാപ്സ് ആണ്. അത് 15 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫീഡറിൽ നിന്ന് മെയിൻ സപ്ലൈ ലൈൻ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടർ. ഇത് നമുക്ക് 150 എണ്ണം വെച്ചിട്ടുണ്ടാവും. ഇത് കാണാനൊരു നോസിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് ഇരിക്കുക. ഇതും അതുപോലെ തന്നെ ഈ കാണുന്ന ഡമ്മി, ഈ ഡമ്മി 30 പീസ് ഉണ്ടാവുക. ഇത് രണ്ടെണ്ണം നമുക്ക് ഈ ചെറിയൊരു പാക്കറ്റിലുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഡമ്മി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ടെഫ്ലോൺ ടൈപ്പാണ്, അത് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുക. അതുപോലെ പൈപ്പ് നമ്മൾ കണക്ടേഴ്സിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ലീക്ക് വരാണ്ടിരിക്കാൻ വെക്കുന്നതാണ്. ഇനി അടുത്തത് ഈ കാണുന്നതാണ് യൂണിവേഴ്സൽ വാട്ടർ ടാപ്പ് അഡാപ്റ്റർ. അതും ഒരെണ്ണമാണ് കിട്ടുക. ആ ടാപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് നമുക്ക് സ്ട്രെയിറ്റ് കണക്ടേഴ്സ് ആണ്. പിന്നെ നമുക്ക് T കണക്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൽബോ കണക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അടുത്ത് കാണുന്നത് സ്ട്രെയിറ്റ് കണക്ടേഴ്സിൻ്റെ കൂടെ ഒരു ടാപ്പ് ആയിട്ടുള്ളതാണ്. ഈ എല്ലാ സാധനങ്ങളും നമുക്ക് 15 പീസ് വെച്ചിട്ടാണ് കിട്ടുക. പിന്നെ ഈ കാണുന്ന സാധനമാണ് ഡ്രിപ്പ് ഹോൾ S പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ മെയിൻ സപ്ലൈ പൈപ്പിൽ ഹോള് കുത്തുക, അതായത് ഫീഡർ ലൈൻ പൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്. സോ നമ്മളിപ്പോൾ പണി തുടങ്ങി കഴിഞ്ഞു. ആദ്യം തന്നെ ഞാൻ സപ്ലൈ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആ മെയിൻ സപ്ലൈ പൈപ്പ് ഇട്ടിട്ട് നമുക്ക് ഏകദേശം എത്രത്തോളം ലെങ്ത്ത് കിട്ടേണ്ടതെന്ന് നോക്കി നോക്കാം. നമുക്ക് ഈ വരുന്ന കിറ്റിൽ ഏറ്റവും വലിയ പൈപ്പാണ് ഈ സപ്ലൈ പൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ പൈപ്പ് ഫീഡർ ലൈൻ പൈപ്പും. സപ്ലൈ പൈപ്പ് നമുക്ക് 16 mm ആണ് വരിക. അത് 30 മീറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഫീഡർ ലൈൻ പൈപ്പ് 4 mm ആണ് വരുന്നത്. അത് 60 മീറ്റർ ഉണ്ടാവും. ഇത് 150 പ്ലാൻ കിറ്റ്സിൻ്റെ ആണ്. നമുക്ക് അതിലും ചെറിയ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് കുറയും. സോ ഞാൻ പൈപ്പ് ജസ്റ്റ് ചട്ടിയുടെ പിന്നിൽ ഇതേപോലെ വെച്ചിരിക്കുകയാണ്. അടിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ക്ലാമ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൗണ്ടെയിൻ്റെ ആ കറക്റ്റ് ആ എൻഡിലാണ് ഈ പൈപ്പ് നിൽക്കുന്നത്. സോ ഞാൻ വാങ്ങിച്ച 30 മീറ്റേഴ്സ് തികയില്ല. എക്സ്ട്രാ പൈപ്പും കൂടി ഞാൻ വാങ്ങിക്കാൻ പോവാണ്. സോ റൈറ്റ് സൈഡിലേക്കും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫൗണ്ടെയിൻ്റെ ഞാൻ പിന്നിൽ കൂടെ എടുക്കണേ. അതിനായിട്ട് ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് കണക്ട് ചെയ്യാണ്. സോ അവിടെ നമുക്ക് 2 സ്ഥലത്ത് ഒരു എൽബോ ജോയിൻറ്റ് വെച്ചാൽ മതി.
നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസിൽ കണ്ട പോലെ ഫീഡർ ലൈൻ പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ മെയിൻ സപ്ലൈ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടറാണ് വെച്ചിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ ടൈറ്റായി നിൽക്കില്ല. അതിൻ്റെ അപ്പുറത്തെ എൻഡിലാണ് നമ്മൾ മറ്റേ എമിറ്റർ വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇതേപോലെ അവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ടൈറ്റാക്കി വെക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നതാണ് എയറോ സ്റ്റേക്സ്. അത് നമ്മൾ മറ്റേ പ്ലാന്റിൽ കുത്തി വെക്കാനുള്ള ആ ഭാഗമാണ്. നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാക്കി വെക്കണം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ സപ്ലൈ പൈപ്പിൽ നമ്മൾ എവിടെയാണോ ഹോള് വേണ്ടത് അവിടെ നമ്മൾ ഡ്രിപ്പ് ഹോൾ എക്സ്പെഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഹോൾ ഉണ്ടാക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അവിടെ ഹോൾ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫീഡർ ലൈൻ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ ആ നോസിൽ പോലത്തെ ആ എൻഡ് ഇതേപോലെ മെയിൻ സപ്ലൈ പൈപ്പിലേക്ക് അമർത്തുക. സോ നമുക്കൊരു ക്ലിക്ക് എന്ന് പറയുന്ന ശബ്ദം വരും. അപ്പോൾ കറക്റ്റായിട്ട് അതിന് മേലെ ഫിറ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ആ വയർ ഇതേപോലെ ചട്ടീൻ്റെ ഉള്ളിലേക്ക് വെക്കുക. സോ നമ്മൾ ഇതേപോലെ ആ സ്റ്റേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. സോ നമുക്ക് ഏകദേശം ഒരു 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അത്ര ധൈര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഡ്രിപ്പ് സിസ്റ്റം ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വെച്ചിട്ട് ഈ കണക്ഷൻ കൊടുത്താൽ മതി. നിങ്ങളിനി ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഡ്രിപ്പ് വന്നുകൊണ്ടിരിക്കുക. സോ എല്ലാ പ്ലാന്റ്സിനും ചെക്ക് ചെയ്യുക എല്ലാത്തിലും ഡ്രിപ്പ് വരുന്നില്ലെന്ന്. ഇനി വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീഡർ ലൈൻ പൈപ്പിൻ്റെ എൻട്രിയും എക്സിറ്റും ഭാഗം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് വെള്ളം കിടക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇനി വല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നമ്മൾ രണ്ടാമതും കണക്ട് ചെയ്ത് വെച്ചാൽ മതി, കറക്റ്റായിട്ട് വെള്ളം വന്നോളും. ഡ്രിപ്പ് സിസ്റ്റം വെക്കുമ്പോൾ ഒരു എൻഡ് നേരെ ടാപ്പിലേക്കും മറ്റേ എൻഡ് ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുക. സോ ആ എൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ക്യാപ്പ് വെച്ചിട്ട് പൈപ്പ് വളച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് കണക്ടേഴ്സ് വെക്കുക ടാപ്പ് ഉള്ളത്. സോ നമുക്ക് ആ ഭാഗം ജസ്റ്റ് അടച്ചാൽ മതി. ഈ ഡ്രിപ്പ് സിസ്റ്റം വെച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു പൊസിഷനിലായിട്ടാണ് എൻ്റെ ടാപ്പ് ഇരിക്കുന്നത്. സോ ഞാനിവിടെ ഇതേപോലെ മെയിൻ സപ്ലൈ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ കാണിച്ച സംഭവം, അതായത് വാട്ടർ ടൈമർ ഡിജിറ്റൽ കൺട്രോളർ കയറ്റി വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ ഇതേപോലെ പൈപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പൊസിഷനിലാണ് ടാപ്പ് വരിക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ ഒരു കണക്ടർ വെച്ചിട്ട് സപ്ലൈ ലൈൻ പൈപ്പ് കണക്ട് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. നോർമലായിട്ട് വരുന്ന സൈസിലുള്ള ബാറ്ററിയാണ് നമ്മൾ ഇതിൽ വെക്കുക, അതായത് നമ്മൾ ക്ലോക്കിലൊക്കെ വെക്കാറുള്ള ബാറ്ററി. നമുക്ക് ഇതിനുള്ള ആദ്യം തന്നെ എസ്കേപ്പ് അല്ലെങ്കിൽ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡിസ്പ്ലേ ഓൺ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് മാനുവലിൻ്റെ ബട്ടൺ ഉണ്ട്, അതായത് മാനുവലായിട്ട് നമുക്ക് ഈ വെള്ളം ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് പ്ലസ് മൈനസ് ഉള്ളത് ഈ ഒരു ടൈമറിലുള്ള സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആയിട്ടുണ്ട്. അതായത് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ ഡിസ്പ്ലേ തന്നെ ഓഫ് ആയിക്കോളും. ഇനി അടുത്ത് റെയിൻ ഡിലേയുടെ ബട്ടനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഇറിഗേഷൻ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് 3 സെക്കൻഡ് അടുപ്പിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രിപ്പ് സിസ്റ്റം സെറ്റ് ചെയ്ത ടൈമിന് കറക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നൊരു ചിഹ്നം കാണും. അത് വാട്ടർ ഇൻഡിക്കേറ്റർ ആണ്. അതിനർത്ഥം നമ്മുടെ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് സെറ്റപ്പിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഡിസ്പ്ലേയിലെ മുകളിൽ ഇവിടെ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൻ്റെ അടിയിൽ കാണുന്നത് നമ്മുടെ കറൻറ്റ് ടൈമാണ്. അത് 24 hours ഫോർമാറ്റാണ്. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ മാനുവലിൻ്റെ അടിയിലുള്ള ഈ സെറ്റപ്പിൻ്റെ ബട്ടൺ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് പ്ലസ് ഓർ മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളൊന്നുകൂടി സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓരോ ഓപ്ഷനിലേക്ക് മാറാം. ഇനി അടുത്ത് സ്റ്റാർട്ട് ടൈമാണ്. അവിടെ നമ്മൾ നമ്മുടെ ഈ ഡ്രിപ്പ് സിസ്റ്റം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെയും 24 hours ഫോർമാറ്റാണ്. AM PM ഒന്നും ഇല്ല. സോ ഞാൻ വൈകുന്നേരം 4 കൊടുത്തപ്പോൾ അതിൽ 16:30 ഇതേപോലെ കാണാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ ഹൗ ലോങ് എന്നുള്ളതാണ്, അതായത് എത്ര നേരം നമുക്ക് ഈ വെള്ളം ഓണായി നിൽക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ അവിടെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡ്സിൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 1 സെക്കൻഡ് മുതൽ 59 സെക്കൻഡ് വരെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇനി മിനിറ്റ്സിലാണെങ്കിൽ 1 മിനിറ്റ് മുതൽ 300 മിനിറ്റ് വരെ അതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഓഫൺ എന്നാണ്. അതായത് നമുക്ക് 1 മണിക്കൂർ മുതൽ 23 മണിക്കൂർ വരെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡേ മുതൽ 15 days വരെ ടൈം ഷെഡ്യൂൾ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് കൊടുക്കുകയാണെങ്കിൽ ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഇത് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്കത് വേണ്ട, ഒരു ദിവസം ഒരിക്കലും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 1 day കൊടുത്താൽ മതി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇറിഗേഷൻ കൗണ്ട് ഡൗൺ ടൈമാണ്. അതായത് സെറ്റ് ചെയ്ത ടൈമിൽ നിന്ന് വെള്ളം വന്നതിന് ശേഷം അടുത്ത ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ടൈം ബാക്കിയുണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. സോ ഇതേപോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡ്രിപ്പ് സിസ്റ്റം നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.